നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ സെഗ്മെൻറ്റിലെ രണ്ട് പ്രമുഖ കമ്പനികളായ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, സഫയർ ഫുഡ്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ മെർജ് ആകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അപ്ഡേറ്റ്. KFC, പിസ്സ ഹട്ട് തുടങ്ങിയ കമ്പനികളുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററായ സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ്, KFCയുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററായ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡുമായി മെർജ് ആകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മെർജിന് ശേഷം സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ 177 ഷെയറുകൾ ലഭിക്കുന്നതായിരിക്കും. രണ്ട് കമ്പനികൾ മെർജ് ആകുന്നതോടുകൂടി പ്രതിവർഷം 225 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള സിനർജിയാണ് ഈ രണ്ട് കമ്പനികൾക്കും മുന്നിലുള്ളത്. കൂടാതെ സഫയർ ഫുഡ്സിൻ്റെ 18% സ്റ്റേക്കുകൾ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ സബ്സിഡറി കമ്പനി വഴി ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഏറ്റെടുക്കുകയും ചെയ്യും. ഈ സ്റ്റേക്ക് അക്വിസിഷന് ശേഷം സഫയർ ഫുഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന 3000-ലധികം ഔട്ട്ലെറ്റുകൾ, അതായത് KFC, പിസ്സ ഹോട്ട് ഡൈൻ തുടങ്ങിയവയുടെ ഔട്ട്ലെറ്റുകൾ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യും. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിക്ക് ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ പ്രസൻസ് ഉണ്ട്. വരും സമയങ്ങളിലും അഗ്രസീവ് എക്സ്പാൻഷൻ പ്ലാനാണ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയെ നയിക്കുന്നത് പ്രമുഖ കോൾഡ് ഡ്രിങ്ക് സെക്ടറിലെ പ്രമുഖ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററായ വരുൺ ബിവറേജിൻ്റെ അതേ മാനേജ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് വരും സമയങ്ങളിൽ ചിലപ്പോൾ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 21 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സഫയർ ഫുഡ്സിൻ്റെയും ലോസ് വർദ്ധിച്ചു വരികയാണ്. 3 കോടിയിൽ നിന്നും കമ്പനിയുടെ ലോസ് 12 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. രണ്ടാമത്തെ അപ്ഡേറ്റ് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളുടെ ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് തന്നെയാണ്. മാർക്കറ്റ് അവറിന് ശേഷമാണ് TVS മോട്ടോർ, ഹീറോ മോട്ടോർ തുടങ്ങിയ കമ്പനികളുടെ ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഓട്ടോമൊബൈൽ സെക്ടറിലെ കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ TVS മോട്ടോർ 2% ഉയരുകയും 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് എത്തുകയും ചെയ്തു. TVS മോട്ടോറിൻ്റെ ഡിസംബർ മാസത്തെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 50% വർദ്ധിച്ച് 3,21,687 യൂണിറ്റിൽ നിന്നും 4,81,389 യൂണിറ്റായി ഉയർന്നു. ടു വീലർ സെയിൽസ് 3,12,002 യൂണിറ്റിൽ നിന്നും 4,61,071 യൂണിറ്റിലേക്ക് ഉയർന്നു. ഡൊമസ്റ്റിക് ടു വീലർ സെയിൽസ് 2,15,075 യൂണിറ്റിൽ നിന്നും 3,30,000 യൂണിറ്റിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിലും വർധനവുണ്ടായിട്ടുണ്ട്. 20,171 യൂണിറ്റിൽ നിന്ന് 35,605 യൂണിറ്റിലേക്കാണ് ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് ഉയർന്നിരിക്കുന്നത്. എക്സ്പോർട്ട് 1,04,393 യൂണിറ്റിൽ നിന്നും 1,46,022 യൂണിറ്റിലേക്ക് ഉയരുകയും ടു വീലർ എക്സ്പോർട്ട് 96,927 യൂണിറ്റിൽ നിന്നും 1,30,709 യൂണിറ്റായി ഉയരുകയും ചെയ്തു. ത്രീ വീലർ സെയിൽസ് 9,685 യൂണിറ്റിൽ നിന്നും 20,318 യൂണിറ്റായി ഉയരുകയും ചെയ്തു. ഓവറോൾ എല്ലാ സെക്ടറിലും TVS മോട്ടോർ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ക്വാർട്ടർ 3ലെ സെയിൽസ് പെർഫോമൻസ് നോക്കിയാൽ അവിടെ 15% വർധനവ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ടു വീലർ സെയിൽസിൽ 25% വർധനവുണ്ടായി. 11.83 ലക്ഷം യൂണിറ്റിൽ നിന്നും ടു വീലർ സെയിൽസ് 14.84 ലക്ഷം യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3യും 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3യും തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ TVS മോട്ടോർ എന്ന സ്റ്റോക്കിൽ ഇന്ന് മൊമെൻറ്റം വന്നേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ഹീറോ മോട്ടോർ കോർപ്പ് ലിമിറ്റഡുമായിട്ടാണ്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 6,388. 52 വീക്ക് ഹൈയിൽ നിന്നും ചെറിയ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഹീറോ മോട്ടോർ കോർപ്പ് ലിമിറ്റഡ്. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെയും ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് മികച്ചതാണ്. സെയിൽസിൽ 40% വർധനവുണ്ടായി. 3,24,906 യൂണിറ്റിൽ നിന്നും 4,56,479 യൂണിറ്റിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ ഡിസംബർ മാസത്തെ സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ ഡൊമസ്റ്റിക് സെയിൽസ് 2,94,182 യൂണിറ്റിൽ നിന്നും 4,19,243 യൂണിറ്റായി ഉയർന്നു. അതോടൊപ്പം തന്നെ സ്കൂട്ടർ സെയിൽസ് 26,390 യൂണിറ്റിൽ നിന്നും 54,105 യൂണിറ്റിലേക്ക് ഉയർന്നു. എക്സ്പോർട്ട് 30,784 യൂണിറ്റിൽ നിന്നും 37,236 യൂണിറ്റിലേക്ക് ഉയരുകയും ചെയ്തു. ഈ രണ്ട് കമ്പനികളുടെയും ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്